സീറോ മലബാർ സഭ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ പ്രതിസന്ധി എനിക്ക് തോന്നുന്നേ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. ഈ നാട്ടുകാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയെ കാണുന്നത് അവരുടെ ഒരു തറവാട്ട് വീടായിട്ടാണ്. സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവിനെ റോമിൽ പോയി കാണാൻ തൻ്റെ ഇടം കാണിച്ച 7.5 പള്ളികൾക്കൊപ്പം തല ഉയർത്തി നിൽക്കാവുന്ന ഒരു തറവാട്ടു പള്ളിയാണ് കുറവിലങ്ങാട് പള്ളി. പറയുന്ന ഫാത്തിമയിലും ലൂർദിലും ഒക്കെ ഉള്ള അമ്മയുടെ പ്രത്യക്ഷീകരണം പോലെയുള്ള ഒരു പ്രത്യക്ഷീകരണവും അവിടെയുള്ള വിശുദ്ധ ജലം പോലെയുള്ള ജലവും ഉള്ള ഒരു പള്ളിയാണ് കുറവിലങ്ങാട് പള്ളി. അനുസരിക്കുന്നവർക്ക് മാത്രമേ സഭയെ സ്നേഹിക്കാൻ കഴിയൂ. അനുസരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ കഴിയൂ. നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് തോമാസ് ലീഹ നമുക്ക് 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ 7.5 പള്ളികൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സഭയുടെ അടിസ്ഥാന ശിലകളാണ്. ഈ 7.5 പള്ളികൾക്കൊപ്പം നിൽക്കാവുന്ന ചരിത്രത്തിലെ മറ്റൊരു അപ്പസ്തോലിക പൈതൃക പള്ളിയാണ് കുറവിലങ്ങാട് പള്ളി. ഈ കുറവിലങ്ങാട് പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലെ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. കുറവിലങ്ങാട് പള്ളി കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഒരു തുടർച്ചയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. യേശു ഉള്ള ഈ പള്ളി അമ്മ വഴി യേശുവിനെ നമുക്ക് കൂടുതൽ സാന്നിധ്യം കൊണ്ട് സാധ്യമാക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളും യേശുവിലേക്കുള്ള വഴിയാണ്. പക്ഷെ അത് വളരെ പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കുറവിലങ്ങാട് പള്ളി. കുറവിലങ്ങാട് പള്ളിക്ക് ഉള്ള വേറൊരു പ്രത്യേകത, ഇത് സീറോ മലബാർ സഭയുടെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് സീറോ മലബാർ സഭ കരുതിയാൽ പോലും നസ്രാണികൾ ഇത് സമ്മതിക്കില്ല. ഇതെല്ലാവരുടെയും ഒരു പൊതു സ്വത്താണ്. ഇത് പാലാ രൂപതയുടെ സൂക്ഷിപ്പിനെ ഏൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ പോലും പാലാ രൂപതയ്ക്കും ഈ പള്ളിയുടെ മേലുള്ള അവകാശം ഒരു സൂക്ഷിപ്പുകാരൻ്റെ അവകാശമാണ്. ഞാൻ പറയും, നമ്മുടെ സഹോദര സഭകൾക്ക് കുറവിലങ്ങാട് പള്ളിയോടുള്ള ആത്മബന്ധം പ്രകടിപ്പിക്കാനൊക്കെ ഏതൊക്കെ വിധത്തിൽ അവർക്ക് ആഗ്രഹമുണ്ടോ ആ വിധത്തിലൊക്കെ അതവർ പ്രകടിപ്പിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഈ പള്ളി കുറേ കൂടെ അവർക്കും കൂടെ സ്വീകാര്യമായും സാന്നിധ്യം നൽകത്തക്ക വിധത്തിലും തുറക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇവിടെ 3 നോയമ്പിന് ധാരാളം മനുഷ്യർ വരുന്നുണ്ട്. ഈ മനുഷ്യരെ നിങ്ങൾ പരിശോധിച്ചാലേ കുറവിലങ്ങാട്ടുകാർ ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കുറവിലങ്ങാട്ടിൽ നിന്ന് വിട്ടുപോയവരും കുറവിലങ്ങാട്ടേക്ക് വരാൻ കൊതിയുള്ളവരും ഈ നാട്ടുകാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയെ കാണുന്നത്
അവരുടെ ഒരു തറവാട്ട് വീടായിട്ടാണ്. ഞാനും കുറവലങ്ങാട്ടേക്ക് വരുമ്പോൾ കുറവലങ്ങാട്ട് പള്ളിയെ ഒരു ഫൊറോന പള്ളിയായിട്ടോ കുറവലങ്ങാട്ടുകാരുടെ ഒരു സ്വകാര്യ സ്വത്തായിട്ടോ അല്ല കാണുന്നത്. ഇത് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ, മർത്തോമ ക്രിസ്ത്യാനികളുടെ പൊതു പൈതൃകം സൂക്ഷിക്കുന്ന ഒരു തറവാട്ട് വീട് പോലെ, തറവാട്ട് മുറ്റം പോലെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അവധിക്കാലത്ത് അമ്മ വീട്ടിൽ പോകുന്ന വാത്സല്യത്തോടും ഇഷ്ടത്തോടും കൂടെയാണ് കുറവലങ്ങാട്ട് പള്ളിയിലേക്ക് ഞാനടക്കം എല്ലാവരും വരുന്നത്. അവരെ സ്വീകരിക്കാനായിട്ട് കുറവലങ്ങാട്ട് പള്ളിയും രൂപതയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്, ഒരുപാട് അവൈലബിലിറ്റി കാണിക്കുന്നുണ്ട്. അതിലൊക്കെ സഭയുടെ പേരിൽ ഞാൻ ഒരുപാട് കടപ്പാടും നന്ദിയൊക്കെ രേഖപ്പെടുത്തുകയാണ്. സിറോ മലബാർ സഭയുടെ തനിമ എന്നൊക്കെ അപകടപ്പെട്ടിട്ടുണ്ടോ, എന്നൊക്കെ അത് മറ്റു വിധത്തിൽ അസ്വസ്ഥതകൾ നേരിട്ടിട്ടുണ്ടോ, അന്നൊക്കെ സിറോ മലബാർ സഭ പൊരുതിയ പട, അതിൻ്റെ ആയുധപ്പുരയാണ് കുറവലങ്ങാട് പള്ളി. ഇന്ന് സിറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവൻ അവകാശമുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സിറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ സിറോ മലബാർ സഭ ഒതുക്കപ്പെടുകയും പരിമിതപ്പെടുത്തുകയൊക്കെ ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവിനെ റോമിൽ പോയി കാണാൻ തൻ്റെ ഇടം കാണിച്ച, അതിനെ ആവശ്യമായിട്ടുള്ള സർവ്വ സംവിധാനങ്ങളും കൊടുക്കാൻ യോഗങ്ങൾ ചേർന്നത് കുറവലങ്ങാട് പള്ളിയിലാണ്. അതുകൊണ്ട് സിറോ മലബാർ സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ രണഭൂമിയുടെ മൂലക്കല്ല് ഈ പള്ളിക്കകത്താണ്. ഇന്ന് സിറോ മലബാർ സഭ ഇന്ത്യ മുഴുവനും വ്യാപിച്ച് കിടക്കുക നമ്മൾ വർദ്ധിച്ചു. നമുക്ക് 35 രൂപതകളുണ്ട്. 4 രൂപതകൾ ഇന്ത്യക്ക് പുറത്താണ്, 31 രൂപതകൾ ഇന്ത്യക്ക് അകത്താണ്. പക്ഷേ അത് ഇന്ത്യ മുഴുവനും വ്യാപിക്കണം, ഇന്ത്യ മുഴുവനും ഞങ്ങളുടെ തറവാട്ട് സ്വത്താണെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ജന്മം കൊടുക്കുകയും അവർക്ക് ശക്തി വരുകയും അവർക്ക് ഈ സഭാ വിജ്ഞാനീയത്തിൽ ഉൾക്കാഴ്ച കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, ക്രിസ്റ്റോളജി തുടരുന്നത് എക്ലസിയോളജിയിലാണ്, അത് അവസാനിക്കുന്ന മിസിയോളജിയിലാണ്. ഈ ക്രിസ്റ്റോളജി എക്ലസിയോളജി ആണെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ചരിത്രകാരന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ കുറവലങ്ങാടിൻ്റെ മക്കളാണ്. കുറവലങ്ങാടിലെ പൈതൃക ഭൂമിയിൽ നിന്ന് നൽകപ്പെട്ടവരാണ്. അതുകൊണ്ട് കുറവലങ്ങാട് ഒരു കൊച്ചു പള്ളിയൊന്നുമല്ല. ഞാൻ പറയും, നമ്മുടെ 7.5 പള്ളികൾക്കൊപ്പം തല ഉയർത്തി നിൽക്കാവുന്ന ഒരു തറവാട്ടു പള്ളിയാണ് കുറവലങ്ങാട് പള്ളി. പുണ്യശ്ലോകനായ പനങ്കുഴയ്ക്കൽ വല്യച്ഛൻ്റെ 500 വർഷമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 500 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചു പോയ ഒരു വലിയ വിശുദ്ധനായ വല്യച്ഛൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന സ്ഥലമാണിത്. ഇന്നും ആ ശ്രാദ്ധത്തിന് ആയിരക്കണക്കിന് ആളുകൾ, എനിക്ക് തോന്നുന്നത് ഇത്രയ്ക്കും ദീർഘമായ കാലം നീണ്ടു നിന്ന ഒരു ശ്രാദ്ധ പെരുന്നാൾ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാകില്ല. ആ ശ്രാദ്ധ പെരുന്നാൾ വളരെ സന്തോഷമായിട്ട് ഇവിടെ കൊണ്ടാടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അതിലൊരുപാട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. നമ്മുടെ വളരെ പാരമ്പര്യമുള്ള പല പള്ളികളും ഇവിടെ നിന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ട് വേറിട്ട് പോയിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. രാമപുരം പള്ളി കുറവലങ്ങാട്ടിൽ നിന്ന് വേറിട്ട് പോയിട്ടുള്ളൊരു പള്ളിയാണ്. യാക്കോബായ സഭയിൽ ഇന്നത്തെ മണർകാട് പള്ളി
അത് കുറവിലങ്ങാട്ടിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടവരുടെ ഒരു പള്ളിയാണ്. ഒരുപക്ഷെ മണർകാട് പള്ളിയിലെ മാതാവിൻ്റെ തിരുസ്വരൂപം തന്നെ എനിക്ക് തോന്നുന്നേ കുറവിലങ്ങാട്ട് മാതാവിൻ്റെ അതേ ചായയുള്ളൊരു പടമായിട്ടാണ്. കൊല്ലത്തിലൊരു പ്രാവശ്യം മാത്രമേ അവർ തുറക്കുന്നുള്ളൂ. പക്ഷേ മണർകാട് പള്ളിയുടെ ചിത്രം കുറവിലങ്ങാട്ട് മുത്തിയുടെ അതേ സ്വരൂപത്തിലുള്ള ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെ ഇന്നത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അതിരമ്പുഴ പള്ളി, അത് കുറവിലങ്ങാട് പള്ളി പ്രസവിച്ച ഒരു കുഞ്ഞാണ്. അതുപോലെ കോതനല്ലൂര് കന്തീശങ്ങളുടെ പള്ളി കുറവിലങ്ങാട്ടിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പള്ളിയാണ്. മുട്ടുചിറ പള്ളി, അതുപോലെ ഇലഞ്ഞിപ്പള്ളി, ഇതൊക്കെ കുറവിലങ്ങാട്ടിൽ നിന്ന് പിരിഞ്ഞു. നിങ്ങൾക്കറിയാം ഈ പള്ളികളൊക്കെ എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. ഈ പള്ളികളൊക്കെ പ്രസവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മുത്തശ്ശിയാണ് കുറവിലങ്ങാട് പള്ളി. ഞാനിങ്ങനെ ഇതിൻ്റെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇവിടെ രാത്രിയോ പകലോ ഇല്ല. ഇവിടെ എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സർവ്വ മനുഷ്യരും ഈ മുത്തിയുടെ നടക്കലിറങ്ങി പള്ളി തുറന്നിട്ടില്ലെങ്കിൽ പള്ളിമുറ്റത്ത് മുട്ടുകുത്തി ഒന്ന് കുമ്പിട്ട് വണങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സ്ഥലമാണിത്. നമ്മളെ അത്ഭുതപ്പെടുന്ന ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ വരുന്നു. ഇതിനെ സ്വന്തം ഒരു തറവാട്ട് വീട് പോലെ കാണുന്നു എന്നുള്ളതൊക്കെ ഈ പള്ളിയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് കുറവിലങ്ങാട്ട് പള്ളിക്കാരോട് ഈ പള്ളി സന്ദർശിക്കുന്ന വേളയിൽ എനിക്ക് പറയാൻ വലിയ ഇഷ്ടമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇതൊരു ഇടവക പള്ളിയുടെ ചുറ്റളവിൽ മാത്രം കണ്ടാൽ പോരാ. എല്ലാവർക്കും വന്നു ചേരാവുന്നതും എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാവുന്നതുമായിട്ടുള്ള ഒരു തറവാട്ട് പള്ളിയുടെ സ്ഥാനത്തേക്ക് ഈ പള്ളിയെ കാണണം. അത്തരത്തിലാണ് ഈ പള്ളിയുടെ വളർച്ച നമുക്ക് വേണ്ടത്. അത്തരത്തിലുള്ളൊരു വളർച്ചയിലേക്ക് ഈ പള്ളി എത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്കാര്യത്തിലെ സഭയുടെ ഇപ്പോഴത്തെ തലവൻ എന്ന നിലയ്ക്ക് ഏതതിർത്തി വരെ പോകാനും നിങ്ങളോട് സഹകരിക്കാനും ഞാൻ സന്നദ്ധനാണെന്ന് ഏറ്റവും താഴ്മയോടുകൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പാലാക്കാര് കാർഷിക വൃത്തിയുടെ കഠിനാധ്വാനത്തിനു വേണ്ടി നാട് വിട്ടു പോയതാണ് പിന്നീട് തലശ്ശേരി രൂപത. അതിപ്പോൾ വലിയൊരു പ്രോവിൻസാണ്. തലശ്ശേരി പിന്നീട് മാനന്തവാടി വന്നു, പിന്നെ താമരശ്ശേരി വന്നു, പിന്നെ മാണ്ഡ്യയിലേക്ക് കയറി, അത് പിന്നീട് കർണാടകയുടെ പല ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു. ഇങ്ങനെ കുടിയേറിയ മനുഷ്യരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിലോട്ട് വരുമ്പോൾ നാട്ടിൽ അവർക്കൊരു തറവാട് വീട് പോലെയാണ് അവർ ഈ പള്ളിയെ കാണുന്നത്. ഇവിടുത്തെ 3 നൊയമ്പിൻ്റെ പെരുന്നാളുകൾ മലബാറിലെ ഇപ്പോൾ ആഘോഷിക്കുന്ന പള്ളികളും ഫൊറോനകളൊക്കെ ഉണ്ട്. ഇത് കുറവിലങ്ങാട്ടിൻ്റെ ഒരു പാരമ്പര്യം അവരേറ്റെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറവിലങ്ങാട് പള്ളി ഒരു ഫൊറോന പള്ളിയിലേക്ക് ചുരുക്കരുത്. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു തറവാട്ട് പള്ളിയായിട്ട് നമ്മൾ കരുതുകയും അതിനെ വളർത്തുകയൊക്കെ ചെയ്യണം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ എപ്പാർക്കിയൽ പള്ളിയായിട്ട് ഇത് ഉയർത്തപ്പെടുമ്പോൾ ഈ പള്ളിയുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം കാണിക്കാനും അതിൻ്റെ പ്രാധാന്യത്തിൽ ഈ പള്ളി നടത്തപ്പെടുന്നതിന് നിങ്ങളോട് സഹകരിക്കുവാനുമാണ് സിനഡ് മേജർ ആർച്ച് ബിഷപ്പിനെ ബലപ്പെടുത്തിയിരിക്കുന്നത്, ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിലും ഈ പള്ളിയുടെ ആധ്യാത്മികമായിട്ടുള്ള സർവ സംവിധാനങ്ങളും എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന വിധത്തിൽ അവർക്കെല്ലാവർക്കും വന്ന് ചേരാവുന്ന വിധത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ
ഇവിടെ ഞാൻ പറയും ഒരു എക്യൂമെനിക്കൽ കാഴ്ചപ്പാട് കൂടെ നമുക്ക് വേണം. കാരണം മറ്റു സഭകൾ പലർക്കും ഇവിടെ വന്നാൽ സ്വീകരിക്കുമോ എന്ന് പേടിയുള്ളത് കൊണ്ട്, ഇത് കത്തോലിക്കരുടെ പള്ളി ആയതുകൊണ്ട് മാറി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ മണർകാട് പള്ളിയിലൊക്കെ ഇടിച്ചു കൂടുന്നത്. മണർകാട് പള്ളി നല്ല വലിയ പ്രത്യക്ഷമുള്ളൊരു പള്ളിയാണ്, ഞാനതിനെ അത്തരത്തിൽ തന്നെ അത് പോകണം. പക്ഷെ മണർകാടിൻ്റെയൊക്കെ പാരമ്പര്യം കുറവലങ്ങാട്ടെന്നാണ്. അതുകൊണ്ട് കുറവലങ്ങാട് ഒരു ഇടവകയുടെയോ ഒരു രൂപതയുടെയോ പള്ളി മാത്രമായിട്ട് ചുരുക്കാൻ പാടില്ല. കുറേ കൂടെ അത് സ്വീകാര്യമായ വിധത്തിൽ എല്ലാവർക്കും വന്നു ചേരാവുന്ന വിധത്തിൽ ആക്കി തീർക്കണമെന്ന് ഞാൻ മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ തറവാട്ട് വീടുകളിലെ പല വീട്ടുപേരുകളും കുറവലങ്ങാട്ടിൽ നിന്നുള്ളതാണ്. കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോ മറ്റൊക്കെ നിങ്ങൾക്കറിയാം. ആദ്യമായിട്ട് തോമാസ് ലീഹ പാലയൂരും ചാവക്കാടൊക്കെ വന്ന് പിന്നീട് അവിടെയൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത കാലാവസ്ഥകൾ വന്നപ്പോൾ അവിടെ നമുക്ക് നിലനിൽപ്പിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നെല്ലാം ആളുകൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം തേടി വന്നത് കുറവലങ്ങാട്ടേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ പാരമ്പര്യം ഇവിടെയുണ്ട്. ആ പാരമ്പര്യം നമ്മൾ സൂക്ഷിക്കണം. ആ പാരമ്പര്യത്തിലേക്ക് എല്ലാവർക്കും വന്നു ചേരാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തണം. പരിശുദ്ധ അമ്മ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലം യൂറോപ്പല്ല, കുറവലങ്ങാടാണ്. ആ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമായിട്ടുള്ള അത്ഭുത ഉറവ അതിപ്പോഴും ഇവിടെ ഉണ്ട്. ആ ഉറവയിൽ വെള്ളം ഒരിക്കലും വറ്റിയിട്ടില്ല. നമുക്കറിയാം, നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പോകിയാലേ നമുക്കറിയാൻ പാടില്ല. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ അത്ഭുത ഉറവ ഇന്നും തുടരുന്നു. ഇന്നിവിടെ പ്രത്യേകിച്ച് വേറെ നേർച്ച കാഴ്ചകളൊന്നല്ല നിങ്ങൾ കൊടുക്കുന്നത്. ഈ ഉറവയിലെ വെള്ളമാണ് ജനം ഇവിടുത്തെ നേർച്ചയായിട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് നമ്മുടെ ചരിത്രത്തിലെ ഞാൻ വായിച്ചപ്പോഴേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മിഷണറി എഴുതിയ ഒരു കത്തിൽ പറയുന്നുണ്ട്. ആ കത്തിൽ പറയുന്നു, ഫാത്തിമയിലും ലൂർദിലും ഒക്കെ ഉള്ള അമ്മയുടെ പ്രത്യക്ഷീകരണം പോലെയുള്ള ഒരു പ്രത്യക്ഷീകരണവും അവിടെയുള്ള വിശുദ്ധ ജലം പോലെയുള്ള ജലവും ഉള്ള ഒരു പള്ളിയാണ് കുറവലങ്ങാട് പള്ളി. നമ്മളാരും അത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ മിഷണറിമാരെഴുതിയ കത്തിൽ ഈ പള്ളിയെ അവരങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടുത്തെ ആദ്യ വെള്ളിയാഴ്ച ആചരണം, ഇവിടുത്തെ തൊട്ടിയും കയറും നേർച്ച, അതൊക്കെ എനിക്ക് തോന്നുന്നേ അതിനൊക്കെ ഒരു പുരാതനത്വം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടിയും കയറൊക്കെ നേർച്ച, അതൊക്കെ അതിൻ്റെ പിറകിലെ ചില മൂലക്കല്ലുകളോടുള്ള ആത്മബന്ധമുണ്ട്. ചില മൂലക്കല്ലുകളോടുള്ള ആത്മബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തീർത്ഥാടന പള്ളിയിൽ വരാനായിട്ട് എനിക്ക് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിറോ മലബാർ സഭയുടെ വളർച്ചയിൽ വളരെ വലിയ ഒരു പൂർണ്ണത വന്നതാണ് സിറോ മലബാർ സഭയെ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ ചർച്ചാക്കി ഉയർത്തിയത്. ഒരുപക്ഷെ ഇവിടുത്തെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, സമുദായത്തിൻ്റെ തലവൻ, അങ്ങനെ ഒരു മെത്രാപ്പൊലീത്ത ഉണ്ടാകണം, സമുദായത്തിൻ്റെ ഒരു തലവൻ, ഒരു ആർച്ച് ഡീക്കൻ ഉണ്ടാകണം എന്നൊക്കെ സ്വപ്നം കണ്ടത് പൂർത്തീകരിച്ചതാണ് ഇന്ന് നമ്മൾ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ ചർച്ചായിട്ട് മേജർ ആർച്ച് ബിഷപ്പൊക്കെ ആയിട്ട് മാറിയത്. അതുകൊണ്ട് ഇവിടെ നിന്ന് വന്ന ഈ വലിയ പൈതൃക സ്നേഹവും അതിനെ പൂർത്തീകരിക്കാൻ ഈ പള്ളിയിലും ഇവിടെ നടത്തിയ പരിശ്രമങ്ങൾക്കൊക്കെയുള്ള എൻ്റെ സ്നേഹനിർഭരമായിട്ടുള്ള കടപ്പാട് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. സിറോ മലബാർ സഭ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ പ്രതിസന്ധി എനിക്ക് തോന്നുന്നേ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ
പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. കുറവിലങ്ങാട് പള്ളി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്നൊക്കെ നമ്മൾ വേറിട്ട് നിന്നിട്ടുണ്ടോ അന്നൊക്കെ നമ്മുടെ ശക്തി ചോർന്നു പോയിട്ടുള്ളൂ. എന്നൊക്കെയാണ് നമുക്കറിയാം. പഴയ കൂറുകാരിൽ നിന്ന് പുതിയ കൂറുകാർ പോയത് ഇന്ന് പാലം പണിയാൻ പറ്റാത്ത വിധത്തിലുള്ള 2 തീരങ്ങളായിട്ട് തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ തീർത്ഥാടനത്തിന് ഇവിടെ വരുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് സഭയുടെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ കർത്താവ് ഈ പ്രതിസന്ധിയൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഏറ്റവും സ്നേഹത്തോടുകൂടെ പറഞ്ഞത്, നാം ഒന്നായിരിക്കുന്നത് പോലെ പിതാവേ അവരും ഒന്നായിരിക്കുവാൻ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കുറവലങ്ങാട് പള്ളിയുടെ പൈതൃകം ഈ ഒന്നിപ്പിൻ്റെ പൈതൃകമായിരിക്കട്ടെ. എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ഒരു അമ്മയുടെ മടിത്തട്ട് അതൊരുക്കാൻ കുറവലങ്ങാടിനെ പോലെ പറ്റിയ വേറൊരു മാതൃ മനസ്സും മാതൃ മടിത്തട്ടുള്ള വേറൊരു സ്ഥലമില്ല. തിയാദ് ഷർദാൻ അദ്ദേഹത്തിൻ്റെ ഫിനോമിന ഓഫ് മാൻ എഴുതി. ഞങ്ങളത് പഠിച്ച കാലത്ത് ഞാൻ അതേക്കുറിച്ചിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ പുസ്തകം ആ കാലഘട്ടത്തിൽ എവല്യൂഷൻ സത്യമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. അന്ന് കാലത്ത് സഭയ്ക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഈ പുസ്തകം ജസ്യൂട്ട് ജനറാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പുസ്തകം ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ അനുവാദമില്ലെങ്കിൽ എനിക്ക് സങ്കടമില്ല, പക്ഷേ ഇതെന്ന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടു തിങ്ക് ഈസ് മൈ റൈറ്റ്, ബട്ട് ഒബേ ഈസ് മൈ ഡ്യൂട്ടി. ഫിനോമിന ഓഫ് മാൻ എന്ന പുസ്തകം വർഷങ്ങൾക്ക് ശേഷം സഭ സെമിനാരികളിലെ ടെക്സ്റ്റ് ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ അതാണ്. ടു തിങ്ക് ഈസ് മൈ റൈറ്റ്, ബട്ട് ഒബേ ഈസ് മൈ ഡ്യൂട്ടി. അനുസരിക്കുന്നവർക്ക് മാത്രമേ സഭയെ സ്നേഹിക്കാൻ കഴിയൂ. അനുസരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ കഴിയൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സഭയുടെ സ്നേഹത്തിലേക്ക് വളരാൻ കുറവലങ്ങാട് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് കാനായിലെ കല്യാണ വിരുന്നിൽ മറിയം പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. കുരിശിൻ്റെ താഴെ മറിയം നിന്നതായിട്ട് യോഹന്നാൻ എഴുതുമ്പോഴും അതേക്കുറിച്ച് മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ എഴുതിയിരിക്കുന്നത്? അണ്ടർ ദ ക്രോസ് മേരി ദ മദർ ഓഫ് ജീസസ് സ്റ്റുഡ്. അണ്ടർ ദ ക്രോസ് മേരി ദ മദർ ഓഫ് ജീസസ് സ്റ്റുഡ്. അണ്ടർസ്റ്റുഡ്, അതാണ് അണ്ടർസ്റ്റുഡ്. അണ്ടർ ദ ക്രോസ് മേരി ഹിസ് മദർ സ്റ്റുഡ്. കുരിശിൻ്റെ താഴെ നിൽക്കുന്നതാണ് മനസ്സിലാക്കലേ. അതുകൊണ്ട് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഓർമ്മ കൊണ്ടാട്. നാളത്തെ കുർബാനയിലൊക്കെ അമ്മയുടെ മുൻപിൽ ഞാൻ ഒരു അടിമയെപ്പോലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കാൻ അമ്മ സഭയ്ക്ക് കാഴ്ചപ്പാട് നൽകണം, കരുത്ത് നൽകണം. പക്ഷെ അത് അനുസരണത്തിലൂടെ അമ്മ ചെയ്തതുപോലെ അനുസരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെന്നോട് കാണിച്ച സർവ്വ സ്നേഹത്തിനും ആദരവുകൾക്കും ബഹുമാനത്തിനും വാക്കുകൾക്കൊക്കെ അതീതമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.